സന്ദീപ് വാര്യരെ CPIM-ൽ ചേർക്കാൻ ശ്രമിച്ചതിന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന് CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലും ആത്മകഥാ വിവാദത്തിലും EP ജയരാജനെതിരെ നടപടി വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ ആത്മകഥ എഴുതുന്ന പരിപാടിയെന്നും പരിഹാസം. ഒന്നാം സർക്കാരിൻ്റെ നിഴലിലാണ് രണ്ടാം പിണറായി സർക്കാരെന്നും വിവാദങ്ങളിൽ മുഖ്യമന്ത്രി അപ്പോൾ പ്രതികരിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സന്ദീപ് വാര്യർ BJP വിട്ടുവന്നാൽ സ്വീകരിക്കുമെന്നായിരുന്നു AK ബാലൻ പറഞ്ഞത്. സന്ദീപ് വാര്യർ തങ്ങളെ നല്ല രീതിയിൽ വിമർശിക്കുന്നയാളാണ്. എങ്കിലും അദ്ദേഹത്തോട് ഒരു വെറുപ്പുമില്ലെന്നും AK ബാലൻ പറഞ്ഞിരുന്നു. സന്ദീപ് BJP വിടുമെന്ന പ്രചാരണം ശക്തമായപ്പോഴായിരുന്നു പ്രതികരണവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്ത് വന്നത്. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതോടെ AK ബാലൻ നിലപാട് തിരുത്തി. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു AK ബാലൻ്റെ പ്രതികരണം. പാലക്കാട് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസ് RSSൻ്റെ കാല് പിടിച്ചു. തുടർന്ന് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് സന്ദീപിൻ്റെ കോൺഗ്രസ് പ്രവേശം. സന്ദീപ് RSS നിലപാട് മാറ്റിയിട്ടില്ലെന്നും RSSനും കോൺഗ്രസിനുമിടയിലുള്ള പാലമാണ് സന്ദീപ് വാര്യരെന്നും AK ബാലൻ ആരോപിച്ചിരുന്നു.